നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. An amount of rupees 10,000 becomes rupees 14,641 in 2 years if the interest is compounded half yearly. What is the rate of compound interest per annum? 10%, 16%, 10%, 12%, 16%, 20%. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 10,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് 14,641 2 വർഷം കൊണ്ട്. അത് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ആനുവലി അല്ല, എല്ലാ വർഷവും അല്ല, പക്ഷെ എന്താ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം. ഓപ്ഷൻസ് എന്തൊക്കെയാ? 10%, 12%, 16%, 20%. ക്ലിയർ ആയോ? അത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ. 10,000 എന്ന് പറയുന്നത് 14,641 2 വർഷം കൊണ്ട് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് എത്രയാണ്? ഓക്കെ, നമുക്കറിയാം എമൗണ്ടിന്റെ ഇക്വേഷൻ എന്താ? P × 1 + R/100 T. ഓക്കെ, ഇവിടെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പോൾ എന്ത് സംഭവിക്കും? എമൗണ്ട് എന്ന് പറയുന്നത് എന്തായാലും ചെയ്യും, നമ്മൾ പഠിച്ചതാ, പറഞ്ഞത് P × 1 + റേറ്റ് പകുതിയാകും, ടൈം എന്താകും? ഡബിൾ ആകും. ടൈം ഡബിൾ ആകുന്നതിന്റെ കാര്യം എന്താ? ഇപ്പൊ 2 ഇയേഴ്സ് ആണ് ഇവിടെ. ഇപ്പൊ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹാഫ് ഇയർലി. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഒരു വർഷം തന്നെ 2 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം 2 വർഷം ആകുമ്പോൾ 4 വരും. അപ്പം ടൈം 2 ആണെങ്കിൽ അതെന്ത് പറയണം? 4 ആകണം. അതുകൊണ്ടാണ് ടൈമിനെ ഡബിൾ ചെയ്യുന്നത്. റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ റേറ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ 6 മാസം കൂടുമ്പോൾ എഴുതുമ്പോൾ റേറ്റിനെ നമ്മൾ പകുതിയാക്കി. ഓക്കെ, ഇനി ചെയ്യാം. എമൗണ്ട് എത്ര കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നത്? 14,641 = 10,000 × 1 + റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ⁴ എന്ന് വരും. ഓക്കെ, പിന്നെ 1 + റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് 200 ⁴ എന്ന് പറയുന്നത് 14,641/10,000 എന്ന് കിട്ടും. ഇപ്പൊ 1 + R/200 അല്ലെ റേറ്റ് ബൈ 200 ⁴ എന്നാണ്. ഇവിടെ നമുക്ക് ഒരു വലിയ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പവർ മാറ്റാൻ വേണ്ടി ഇതിനെ നമുക്ക് ഒരു പവർ ⁴ എന്നുള്ള രീതിയിലാക്കണം. ഓക്കെ, 10,000 എന്ന് പറയുന്നത് എന്തിന്റെ പവർ 4 ആണ്? 10,000 നമുക്കറിയാം 10ന്റെ പവർ 4 ആണ്. 14,641 ഏതിന്റെയാണ് വരുന്നത്? ഏത് നമ്പറിന്റെ പവർ 4 എടുത്താൽ വരും? 11 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ 11/10 ⁴ എന്ന് എഴുതി കൂടെ എഴുതാം. 10,000ന്റെ എളുപ്പത്തിൽ മനസ്സിലാക്കായിരുന്നു. 14,641 എങ്ങനെ മനസ്സിലാകും? അപ്പൊ 11 സ്ക്വയർ എന്താ? 121. 11 ക്യൂബ് എത്ര? 1331. 11 ⁴ എത്ര? 14,641. മൾട്ടിപ്ലിക്കേഷൻ 11/11ന്റെ ഈസി ട്രിക്ക് ഉണ്ട്. അത് നമുക്ക് എളുപ്പം നമുക്ക് 11 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് 11 സ്ക്വയർ 11 ക്യൂബ് വരെ നമുക്ക് വൈകിട്ടായിട്ട് പഠിക്കാം, 1331 വരെ. അതിന് × 11 ആണ് ചെയ്യേണ്ടത്. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് നോക്കി 1 ആണ്. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി എന്താണ്? നമുക്ക് എന്തായാലും അറിയാം എന്തായാലും ഒരു നമ്പറിന്റെ പവർ 4 ആയിരിക്കും എന്ന്. അപ്പൊ 11 തന്നെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യാം. ഓക്കെ, 11/10 ⁴ എന്ന് വരും. ഞാൻ ഇങ്ങോട്ട് എഴുതാം. 1 + R/200 എന്ന് പറയുന്നത് 11/10 എന്ന് വരും. 4 പവർ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്ത് വരും? R/200 എന്ന് പറയുന്നത് 11/10 - 1 എന്ന് വരും. അപ്പൊ എന്ത് വരും? LCM എടുക്കുന്നത് 1/10 എന്ന് വരും. അപ്പൊ R എന്ന് പറയുന്നത് എന്ത് വരും? 200/10 എന്ന് വരും. 20% എന്ന് വരും. 20% എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് എമൗണ്ടിന്റെ അറിയാം. A = P × 1 + R/100 T ആണ്. കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആകുമ്പോൾ റേറ്റ് പകുതിയാകും, ടൈം ഡബിൾ ആകും. ഓക്കെ, എമൗണ്ട് വന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ വന്നിട്ട്, റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഇവിടെ ആപ്പാടെ ഇതിനെ ഒരു ചേഞ്ച് പവർ 4 ആക്കണമായിരുന്നു. 11/10 ⁴ ആക്കി സിംപ്ലിഫൈ ചെയ്തപ്പോൾ റേറ്റിന്റെ വാല്യൂ എത്ര കിട്ടി? റേറ്റിന്റെ വാല്യൂ 20% എന്ന് കിട്ടി. 20%. ഓക്കെ, ക്ലിയർ അല്ലേ? അത് 20% കിട്ടി. ഓക്കെ, നമ്മളിത് ബേസിക് ഫോർമുല വെച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് വേറെ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, 10,000 എന്ന് പറയുന്നത് 14,641 ആയി 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോ. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ അറിയാം, എമൗണ്ട് അറിയാം. അപ്പൊ പ്രിൻസിപ്പൽ ഇസ് ടു എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സിന്റെ റേഷ്യോ 10,000 = 14,641. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ഇസ് ടു എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, അതായത് 1 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. ഇതെടുത്ത് ശരിയാണോ? ഇതെടുത്ത് നമ്മൾ ശരിയല്ല, തെറ്റാണ്. എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് ആണ്. പക്ഷെ ഈ കോമ്പൗണ്ടഡ് ആനുവലി ആണോ? അല്ല, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് ആണെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 4th ടേം ആണ്, അല്ലെങ്കിൽ 4 കോമ്പൗണ്ടിങ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യ കൺസെപ്റ്റ് പറഞ്ഞു, അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്? പ്രിൻസിപ്പൽ 1 ആയിട്ട് അസ്യൂം ചെയ്തു. എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, എമൗണ്ട് ആഫ്റ്റർ 2 ഇയർ, എമൗണ്ട് ആഫ്റ്റർ 3 ഇയർ എന്ന് പറഞ്ഞ് നമ്മൾ റേഷ്യോസ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്ത കൺസെപ്റ്റ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ
ഫസ്റ്റ് കോമ്പൗണ്ടിങ് കഴിയുമ്പോഴുള്ളത്, സെക്കൻഡ് കോമ്പൗണ്ടിങ് കഴിയുമ്പോൾ, തേർഡ് കോമ്പൗണ്ടിങ് കഴിയുമ്പോൾ, ഫോർത്ത് കോമ്പൗണ്ടിങ് കഴിയും എന്നുള്ളതാണ്. അതായത് 1 ഇയർ റേഷ്യോസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കോമ്പൗണ്ടിങ് തമ്മിലുള്ള അല്ല, ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ഗ്യാപ്പിലുള്ള സംഭവങ്ങളല്ല. ഓക്കെ, ഇപ്പൊ ഹാഫ് ഇയർലി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുമ്പോഴാണ്, എല്ലാ 6 മാസം കൂടുമ്പോഴാണ് അതിന് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 ഇയർ റേഷ്യോസ് എല്ലാം സെയിം എന്ന് ഇനി ആലോചിക്കാതെ ഓരോ ടേമിന്റെ റേഷ്യോസ് സെയിം ആണ്, 2 ടേമിന്റെ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 3 ടേംസിന്റെ എല്ലാം റേഷ്യോസ് സെയിം ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നതിന്റെ ഗ്യാപ്പിലുള്ളതെല്ലാം റേഷ്യോസ് സെയിം ആണ്, 2 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്ന ഗ്യാപ്പിലുള്ളതെല്ലാം സെയിം ആണ്, 3 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്ന ഗ്യാപ്പിലുള്ളതെല്ലാം റേഷ്യോസ് സെയിം ആണ്. 3 പ്രാവശ്യത്തെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തെ കണ്ടുപിടിക്കാൻ ക്യൂബിക് റൂട്ട് എടുക്കുക. ഓക്കെ, 2 പ്രാവശ്യത്തെ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒരു പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നതിന്റെ ആ റേഷ്യോ കിട്ടും. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. അപ്പൊ അന്നേരം കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇയർ വെച്ച് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ ക്ലിയർ ആവും. അപ്പൊ പ്രിൻസിപ്പൽ ഇസ് ടു എമൗണ്ട് ആഫ്റ്റർ ഫോർത്ത് ടേം എന്നുള്ളതാണ്. ഫോർത്ത് ഇയർ അല്ല, നമുക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞുള്ള എമൗണ്ട് ആണെന്ന് അറിയാം. പക്ഷെ ഫോർത്ത് ടേം ആണ്. കാര്യം എന്താ? 4 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എമൗണ്ട് ആഫ്റ്റർ ഫോർത്ത് കോമ്പൗണ്ട് അല്ലെ ഫോർത്ത് ടേം എന്നുള്ളതാണ്. അപ്പൊ ഫോർത്ത് ടേം കഴിഞ്ഞിട്ടുള്ളത് അറിയാമെങ്കിൽ പി ഇസ് ടു എ1 എന്ത് വരും? ഫോർത്ത് റൂട്ട് അല്ലേ എടുക്കണ്ടേ? ഫോർത്ത് റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 10:11 എന്ന് വരും അല്ലെ? 10:11. ഇതിന്റെ ഫോർത്ത് റൂട്ട് എടുക്കുമ്പോൾ 10:11 എന്ന് വരും. എത്ര ഇൻക്രീസ് പറയുന്നത്? 10 11ആയി. 10% ആണ് റേറ്റ്. 10 ആണോ നമുക്ക് റേറ്റ് കിട്ടണ്ടേ? ഇത് P/A1 ആണ്. 6 മാസത്തിൽ 10% നമുക്ക് ഒരു വർഷത്തെ റേറ്റാ വേണ്ടേ. അപ്പൊ എന്ത് വരും? 10 into 2 20% ആണ് നമ്മുടെ റേറ്റ് എന്ന് കിട്ടും. 20%. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി 20% എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ആ കൺസെപ്റ്റ് പഠിച്ചതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കോമ്പൗണ്ടിങ് ആണ് നമ്മൾ നോക്കണം. 1 ഇയർ 2 ഇയർ നോക്കാതെ കോമ്പൗണ്ടിങ് ആണ് നോക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ഇസ് ടു എമൗണ്ട് ആഫ്റ്റർ സെക്കൻഡ് ഇയർ A2 അല്ല ഇവിടെ എഴുതുന്നത്, A4 ആണ് എഴുതുന്നത്. കാര്യം ഫോർത്ത് ടേം ആണ്, 4 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എമൗണ്ട് ആഫ്റ്റർ ഫോർത്ത് ടേം ആണ്. അപ്പൊ P/A4 എഴുതി. P/A1 എന്ന് പറയുന്നത് ഫോർത്ത് റൂട്ട് എടുത്തു 10:11. 10% കൂടി. അന്നേരം തെറ്റിക്കരുത്. 10% 6 മാസത്തേക്കാണ്. ഒരു വർഷത്തേക്ക് എത്രയാ? 20%. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അപ്പൊ ആ കൺസെപ്റ്റ് വളരെ നന്നായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഫോർമുല ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. എന്റെ ഫോർമുല വെച്ചിട്ടാണ് കുറച്ചുകൂടെ ടൈം എടുത്തത്, നമ്മൾ ചെയ്തതാ ഓൾറെഡി. ഓക്കെ, ഇതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The principal that amounts to rupees 4,913 in 3 years at 6.1/4% per annum compound interest compounded annually is 3,096, 4,076, 4,085, 4,096. പ്രിൻസിപ്പൽ ആണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് വന്നിട്ടുണ്ട് 3 വർഷം കഴിയുമ്പോഴുള്ള 4,913 ആണ്. റേറ്റ് എത്രയായിരുന്നു? റേറ്റ് 6.1/4% ആണ് പെർ ആനം. കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ഓക്കെ, നമുക്ക് എഴുതാൻ എന്തൊക്കെ തന്നേക്കുന്നത് എന്നുള്ളത്. എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 4,913. ടൈം 3 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. റേറ്റ് 6.1/4% ആണ്. ഇതിനെ മാറ്റുമ്പോൾ എന്ത് കിട്ടും? 25/4% എന്ന് കിട്ടും. 25/4% എന്ന് കിട്ടും. ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്താ? ചോദിച്ചത് കോമ്പൗണ്ട് ആനുവലി ആണ്. പ്രിൻസിപ്പൽ എത്രയാണ് ചോദിച്ചേക്കുന്നത്? പ്രിൻസിപ്പൽ എത്രയാണ്? നമുക്കറിയാം ഇക്വേഷൻ എ എന്ന് പറയുന്നത് P into 1 plus R/100 to the power T ആണ്. അപ്പൊ 4,913 എന്ന് പറയുന്നത് P into 1 plus R/100 25/400 to the power T. T കണ്ടുപിടിച്ചാൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്ത് P എന്ന് പറയുന്നത് 4,913/1 plus 25/400 എന്ന് പറയുന്നത് എന്ത് വരും? 25/400 നോക്കിയേ, 1/16 എന്ന് കിട്ടും. 1/16. അപ്പൊ 1 plus 1/16 the power 3 എന്ന് വരും. ഇപ്പൊ എന്ത് വരും? 4,913/17/16 the whole cube എന്ന് വരും. മേളിലോട്ട് എടുക്കുന്നതാണ് 16/17 the whole cube എന്ന് വരും. 16/17 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. 1 plus 1/16 എന്ന് പറഞ്ഞാൽ 17/16 ആണ്. മേളിലോട്ട് കൊണ്ടിരുന്നതാണ് 16/17 ക്യൂബ് ആകും. അത് നമ്മൾ എഴുതി. ഇനി നോക്കുക, 4,913 കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 17 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. 289 എന്ന് വരും. 17 സ്ക്വയർ ആണ് 289 എന്ന് നമുക്കറിയാം. അപ്പൊ അതും പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ആൻസർ 16 ക്യൂബ് ആണ്. 16 ക്യൂബ് എന്ന് പറയുന്നത് 4096 എന്ന് വരും. 4096 എന്ത് വരും? ഓപ്ഷൻ ഡി 4096 എന്ന് വരും. ഓക്കെ, പ്രിൻസിപ്പൾ ആയിരുന്നു ചോദിച്ചത്. ബാക്കി എല്ലാം ഉണ്ട്. എമൗണ്ട് ഉണ്ട്, റേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പൊ A = P into 1 plus R/100 to the power T നമ്മൾ എടുത്തു, സോൾവ് ചെയ്തു. വേറെ ഒന്നുമില്ല. സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 4096 എന്ന് കിട്ടും. 4096 അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സിംപ്ലിഫിക്കേഷന്റെ ഉള്ള ആ ഒരു ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ. 25/400 എന്ന് പറഞ്ഞാൽ 1/16 കിട്ടും. 1 plus 1/16 എന്ന് പറഞ്ഞാൽ എത്ര? 17/16 ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ 17/16 മേളിലോട്ട് പോകുന്നതാണ് 16/17 ആവും. ക്യൂബ് ഉണ്ട്. അപ്പം 16/17 3 പ്രാവശ്യം നമ്മൾ എഴുതും. സോൾവ് ചെയ്യുന്നതാണ് 4096 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി 4096. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The present worth of rupees 169 due in 2 years at 4% per annum compound interest is 150.50, 154.75, 156.25, 158. Present worth of rupees 169 due in 2 years at 4% per annum compound interest is 150.50, 154.75, 156.25, 158. എന്താ ചോദിച്ചേക്കുന്നത്? പ്രസന്റ് വർത്ത് ആണ് ചോദിച്ചേക്കുന്നത്. 169 ആണ് 2 ഇയേഴ്സിൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. 169 ടൈം 2 ഇയേഴ്സ് ആണ്, റേറ്റ് 4% ആണ്. ശരിക്കും എന്താ ഇവിടെയും ചോദിച്ചേക്കുന്നത് പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. പ്രസന്റ് വർത്ത് പ്രിൻസിപ്പൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് തന്നിട്ടുണ്ട് 169 ആണ്, ടൈം 2 ഇയേഴ്സും റേറ്റ് 4% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര ഇൻഫോർമേഷൻ ആയിട്ടുണ്ട്. നമുക്ക് പ്രിൻസിപ്പൽ കണ്ടുപിടിച്ചാൽ മതി. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാം. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 169 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ 2. അപ്പൊ ഇത് നോക്കാം, ഇത് 1/25 എന്ന് കിട്ടും. അപ്പൊ പി ഇൻറ്റു 26/25 സ്ക്വയർ ആണ്, അപ്പൊ 2 പ്രാവശ്യം വരും. അപ്പൊ പി എന്ന് പറയുന്നത് 169 ഇൻറ്റു 25 ഇൻറ്റു 25/26 ഇൻറ്റു 26. ഓക്കെ, ഇത് 13 സ്ക്വയർ ആണ് നമുക്കറിയാം. ഇത് 13 പോകുന്നതിന് ഇവിടെ 2 വരും, ഇവിടെ 13 പോകുന്നതിന് 2 വരും. അപ്പൊ 625/4 എന്ന് വരും. അപ്പൊ 156.25 വരും. പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ പ്രസന്റ് വർത്ത് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, പ്രിൻസിപ്പൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രസന്റ് വർത്ത് ഓഫ് rupees 169 ഡ്യൂ ഇൻ 2 ഇയേഴ്സ് അറ്റ് 4% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 169 ആണ് 2 വർഷം കഴിയുമ്പോൾ ഉള്ള എമൗണ്ട്. അതിന്റെ പ്രസന്റ് വർത്ത് എത്രയാണ്? പ്രിൻസിപ്പൽ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ a ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ ടി ആണ്. എല്ലാം തന്നിട്ടുണ്ട്, പി മാത്രം കണ്ടുപിടിച്ചാൽ മതി. 1 പ്ലസ് 4/100 ആണ്. 4/100 1/25 ആണ്. 1 പ്ലസ് 1/25 എന്ന് പറയുന്നത് എത്ര കിട്ടും? 26/25 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് 169 ഇൻറ്റു 25/26 ഇൻറ്റു 25/26 സിംപ്ലിഫൈ ചെയ്യുന്നോണ്ട് 156.25 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? പറഞ്ഞ ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. ഓപ്ഷൻ സി. ഇത് ഡയറക്റ്റ് പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഡയറക്റ്റ് നമുക്ക് ആ ഫോമിലേക്ക് ഇട്ട് ചെയ്യാം. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ RT% ഓഫ് പി വെച്ചിട്ട് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് എളുപ്പമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാൻ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബ്ലം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഏത് വന്നു? ഓപ്ഷൻ സി 156.25 എന്ന് വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The effective annual rate of interest corresponding to a nominal rate of 6% per annum payable half yearly is 6.06%, 6.07%, 6.08%, 6.09%. എന്താ ചോദിക്കുന്നത് effective annual rate of interest corresponding to a nominal rate of 6% per annum payable half yearly is. അതിന്റെ അർത്ഥം എന്താ? ശരിക്കും എന്താ ചോദിച്ചേക്കുന്നത്? ശരിക്കും 6% പെർ ആനം ആയിരുന്നു. ഓക്കെ, റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് അത് ഹാഫ് ഇയർലി പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ് ആ റേറ്റ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തുവാ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആണ് എങ്കിൽ അത് ഹാഫ് ഇയർലി ആക്കുവാണെങ്കിൽ ഇൻ എഫക്ട് ആ റേറ്റ് പെർസെന്റേജ് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായി? ഓപ്ഷൻസ് എന്തൊക്കെയാ? 6.06%, 6.07%, 6.08%, 6.09%. ഒബ്വിയസ്ലി ഒരു വർഷം 6% ഇൻട്രസ്റ്റ് എങ്കിൽ അത് ഹാഫ് ഇയർലി ആക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഹാഫ് ഇയർലി ഒരു കോമ്പൗണ്ടിങ് കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റ് പെർസെന്റ് ഇൻ എഫക്ട് അത് 6-നേക്കാളും കുറച്ചുകൂടെ കൂടും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിങ്ങനെ ചെയ്യാം. 6% നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ, 6% ഒരു വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ ഹാഫ് ഇയർലി ആക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ആകും? 3% ആകും അല്ലെ? അപ്പൊ 6 മാസത്തേക്ക് 3%, അടുത്ത 6 മാസത്തേക്ക് 3%. ഇപ്പൊ എഫക്റ്റീവ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാൻ A പ്ലസ് ബി പ്ലസ് A ഇൻറ്റു ബി ബൈ 100. അപ്പൊ 3 പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു 3 ബൈ 100. അപ്പൊ എത്ര കിട്ടും? 6.09% എന്ന് കിട്ടും. അപ്പം ഇൻ എഫക്ട് എത്രയാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്? 6.09% ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ 100 രൂപ നമ്മൾ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ 6% ഇൻക്രീസ് എങ്കിൽ 106 രൂപയാണ്. ഒരു വർഷത്തെ കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നതെങ്കിൽ അതിപ്പോ 6% ആയിരുന്നത് കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആകുവാണെങ്കിൽ, ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ 100 രൂപ ഇട്ടാൽ ഇപ്പൊ എത്ര ആകും? 106.09 ആകും. ഓക്കെ, അതാണ് ഇതിന്റെ വ്യത്യാസം. അത്ര ഇൻക്രീസും കൂടെ വന്നിട്ടുണ്ട്. കാര്യം കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആണ്. അപ്പൊ ഹാഫ് ഇയർലി ആയപ്പോൾ 3% ആണ് 6 മന്ത്സിലേക്ക്. അപ്പം ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എഫക്റ്റീവ് എത്ര? A പ്ലസ് ബി പ്ലസ് AB ബൈ 100. അത് വളരെ യൂസ്ഫുൾ ആണ്. A പ്ലസ് ബി പ്ലസ് AB ബൈ 100% എന്ന് പറയുന്നത്
ഇത് വളരെ യൂസ്ഫുൾ ആണ്, ഇത് മറക്കരുത്. പലയിടത്തും ആപ്ലിക്കേഷൻ വരുന്നതാണ് a+b+ab/100. ഓക്കെ, ഇത് ക്ലിയർ ആയോ? 6% ഒരു വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. കോമ്പൗണ്ട് ആനുവലി ആണെന്നുണ്ടെങ്കിൽ 6% എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഹാഫ് ഇയർലി ആകുവാണെങ്കിൽ. അപ്പൊ ഹാഫ് ഇയർലി ആകുമ്പോൾ അത് 3% ആകും. 3% ആകുമ്പോൾ 2 പ്രാവശ്യമാണ്. 6 മാസത്തേക്ക് 3%, അടുത്ത 6 മാസത്തേക്ക് 3%. അപ്പൊ കോമ്പൗണ്ട് ചെയ്യുന്ന എത്ര എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുക. 3+3+3 × 3/100 6.09% എന്ന് കിട്ടും. 6.09% ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, a father left a will of rupees 16,400 for his 2 sons aged 17 and 18 years. They must get equal amounts when they are 20 years at 5% compound interest. Find the present share of the younger son. 8,000, 8,200, 8,400, 8,800. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഫാദറിന് 16,400 രൂപ ഉണ്ടായിരുന്നു. 2 മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കുകയാണ്. ഒരു മകന് 17 വയസ്സും മറ്റേ മകന് 18 വയസ്സുമാണ്. ഓക്കെ, അവർക്ക് 20 വയസ്സാകുമ്പോൾ 2 പേർക്ക് ഈക്വൽ എമൗണ്ട് കിട്ടണം. ഓക്കെ, ഇക്വാലിറ്റി ആണോ? ഈക്വൽ എമൗണ്ട് 20 വയസ്സാകുമ്പോൾ കിട്ടണം. ഒരാൾക്ക് 17 വയസ്സും ഒരാൾക്ക് 18 വയസ്സുമാണ്. 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് അത് ഇട്ടേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഷെയർ എത്രയാണ് യങ്ങർ സണ്ണിന്റെ എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രസന്റ് ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പൊ 16,400 രൂപയുണ്ട്, 2 മക്കൾക്കായിട്ട് കൊടുത്തു. ഓക്കെ, 20 വയസ്സാകുമ്പോൾ അവർക്ക് ഈക്വൽ എമൗണ്ട് ആണ് കിട്ടേണ്ടത്. ഒരാൾക്ക് 17 വയസ്സും ഒരാൾക്ക് 18 വയസ്സുമാണ്. 20 വയസ്സാകുമ്പോൾ അവർക്ക് ഈക്വൽ എമൗണ്ട് ആണ് കിട്ടേണ്ടത്. റേറ്റ് എത്രയാണ്? 5% ആണ്. അപ്പം ആ 20 വയസ്സ് 2 പേർക്ക് ആകുമ്പോൾ ഈക്വൽ എമൗണ്ട് കിട്ടണം. അപ്പൊ ഇപ്പൊ എന്തായാലും അവർക്ക് ഈക്വലി അല്ലല്ലോ ഇപ്പൊ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല, ഈക്വലി അല്ല ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ യങ്ങർ സണ്ണിന് കൊടുത്തേക്കുന്നത് നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള രീതിയിൽ ആദ്യം പറയാം. യങ്ങർ സണ്ണിന് കൊടുത്തേക്കുന്നത് X റുപ്പീസ് കൊടുത്താല് എൽഡർ സണ്ണിന് എത്ര രൂപയായിരിക്കും കൊടുത്തേക്കുന്നത്? എൽഡർ സണ്ണിന് ടോട്ടൽ 16,400 ആണെന്നറിയാം. അപ്പൊ 16,400 മൈനസ് എക്സ് എന്ന് കിട്ടും. 16,400 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇത്? ഒരു ബാങ്കിൽ കൊണ്ടിട്ടെന്ന് വിചാരിച്ചു. 2 പേർക്കും 20 വയസ്സാകുമ്പോൾ കിട്ടും. ഒരു ബാങ്കിൽ കൊണ്ടിട്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 20 വയസ്സാകുമ്പോൾ അവർക്ക് ഈക്വൽ എമൗണ്ട് കിട്ടണം. ഓക്കെ, അപ്പൊ 17 വയസ്സാണ് ഇയാൾക്ക് 18 വയസ്സുമാണ്. ഓക്കെ, അപ്പൊ ഇയാള് യങ്ങർ സൺ 17 വയസ്സാണ്, 20 വയസ്സ് വരെ ബാങ്ക് കൊണ്ടിടണം. അപ്പൊ എത്ര ടൈം പീരീഡ് ഉണ്ട് അവിടെ? ശരിക്കും ടൈം 3 ഇയേഴ്സ് ഉണ്ട്. പക്ഷെ എൽഡർ സണ്ണിനോ ടൈം 2 ഇയേഴ്സ് ഉള്ളൂ. 18 വയസ്സാണ്, അത് 20 വയസ്സ് വരെ എത്തണം. അപ്പൊ 2 വർഷം കൂടെ ഉള്ളൂ. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞ 2 കേസിലും എന്താണ്? 5% ആണ്. ഓക്കെ, 20 ഇയേഴ്സ് ആകുമ്പോൾ കിട്ടുന്ന എമൗണ്ട് സെയിം ആണ്. അപ്പൊ എമൗണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ X റുപ്പീസ് കൊടുത്തു. ഓക്കെ, അപ്പൊ എമൗണ്ട് എന്ന് പറഞ്ഞാൽ P × 1+R/100 ടു ദ പവർ T ആണ്. അപ്പം 1+R എന്ന് പറയുന്നത് 5 ആണ്. 5/100 ടു ദ പവർ 3 ആണ്. 3 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്തിന്റെ? 16,400 മൈനസ് എക്സ് ഇട്ടു 1+5/100 ടു ദ പവർ 2. ഇവിടെ 2 വരാൻ കാര്യം എന്താ? എൽഡർ സണ്ണിന് 18 വയസ്സുണ്ട്, 2 വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ അവിടെ പവർ 2 എന്നും വന്നു. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 1+5/100 ടു ദ പവർ 2 ആണ്. അപ്പം 2 പോയി കഴിഞ്ഞാൽ ഇവിടെ അത് പോകും, പവർ 1 ആവും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് നമുക്ക് എക്സിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അതായത് യങ്ങർ സണ്ണിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് യങ്ങർ സണ്ണിന്റെ എമൗണ്ട് 8,000 എന്ന് കിട്ടി. സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ചെയ്തിട്ടാണ് നമ്മൾ 8,000 എത്തിയത്. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ, ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതാണ് ജനറൽ രീതിയിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിൽ ഓപ്ഷൻസ് നോക്കിയാലോ 8,000, 8,200, 8,400, 8,800. ഞാൻ ഇതിപ്പോ പറഞ്ഞു തരാൻ കാര്യം ജനറൽ രീതിയിൽ സോൾവ് ചെയ്യുന്നത്, അതായത് ഓപ്ഷൻസ് ഇങ്ങനെ അല്ല വന്നെങ്കിലും ചെയ്യണമല്ലോ നമുക്ക്. അതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് 8,000 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ ഓപ്ഷൻ സി നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്ന ഉടനെ തന്നെ നമുക്ക് 2 സെക്കൻഡിൽ ആൻസർ കിട്ടിയാണ്. ഓപ്ഷൻ സി ജസ്റ്റ് നോക്കിയാൽ മതിയായിരുന്നു. എങ്ങനെ വരും? 16,400 ആണ് അപ്പം കൊടുത്തേക്കുന്ന 2 മക്കൾക്ക്. യങ്ങർ സണ്ണിനാണോ എൽഡർ സണ്ണിനാണോ കൂടുതൽ കൊടുക്കുന്നത്? യങ്ങർ സണ്ണിനാണോ എൽഡർ സണ്ണിനാണോ കൂടുതൽ കൊടുക്കുന്നത്? ഒബ്വിയസ്ലി യങ്ങർ സണ്ണിനായിരിക്കും കുറച്ച് കൊടുക്കുന്നത്. കാര്യം എന്താ? എൽഡർ സണ്ണിനായിരിക്കും കൂടുതലും കൊടുക്കുന്നത്. കാര്യം യങ്ങർ സണ്ണിന്റെ എമൗണ്ട് 3 വർഷത്തേക്ക് കിടക്കുന്നുണ്ട്. 3 വർഷം 3 പ്രാവശ്യം അത് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി അല്ലെ? എൽഡർ സണ്ണിനോ കുറച്ചുകൂടെ എമൗണ്ട് കൊടുക്കണം. അതിന് 2 വർഷത്തേക്കുള്ളതേ ഉള്ളൂ. 2 വർഷത്തിൽ ആ എമൗണ്ട് കിട്ടണം. മനസ്സിലായോ? അപ്പം യങ്ങർ സണ്ണിനായിരിക്കും എന്തായാലും എന്ത് ചെറിയ എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ 16,400ന്റെ പകുതി എത്ര? 8,200 ആണ്. 8,200, 8,200. അപ്പൊ യങ്ങർ സണ്ണിന് എന്തായാലും ആ പകുതിയെക്കാട്ടിലും ഈക്വൽ ആയിരിക്കത്തില്ല, എന്തായാലും പകുതിയെക്കാളും കുറവായിരിക്കും. അപ്പൊ 8,200നെക്കാളും കുറവ് വന്നേക്കുന്ന എമൗണ്ട് ഏത് ഓപ്ഷനിലുള്ള ആകെ 8,000 ആണ്. അപ്പൊ നേരെ നമുക്ക് എഴുതാം യങ്ങർ സണ്ണിന് 8,000 ആണ് കിട്ടുന്നത്. അപ്പൊ 8,200 വരത്തില്ല. അപ്പൊ 2 പേർക്ക് ഈക്വൽ വരുമോ? വരില്ല. കാര്യം ഒരാളുടെ ടൈം പീരീഡ് 3, മറ്റേ ആളുടെ 2 ആണ്. അപ്പൊ ഒരിക്കലും സെയിം വരത്തില്ല. യങ്ങർ സണ്ണിന് കൂടുതൽ കിട്ടുമോ?
കൂടുതലും കിട്ടി 3 വർഷം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയ എമൗണ്ട് ആയിരിക്കും വരുന്നത്. എമൗണ്ട് ഒരിക്കലും സെയിം ആത്ത രണ്ടുപേർക്ക്. അപ്പൊ ഒബ്വിയസ്ലി യങ്ങർ സണ്ണിനായിരിക്കും ചെറിയ എമൗണ്ട് കിട്ടുന്നത്. ചെറിയ എമൗണ്ട് വന്നേക്കുന്ന ഓപ്ഷനിൽ ഏക ഉള്ള ഓപ്ഷൻ 8,000 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നേരെ നമുക്ക് എടുക്കാവുന്ന 8,000 എന്നുള്ള അല്ല 7,900, 8,050, 8,100 എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഓപ്ഷൻ സി. നമുക്ക് ഈ പർട്ടിക്കുലർ കേസിൽ ഓപ്ഷൻ സി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഓപ്ഷൻ സി നേരെ എടുക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പോകുന്നുണ്ട് ഓപ്ഷൻസും കൂടെ നോക്കുക. വൈഡ് റേഞ്ച് ആണെങ്കിൽ ഓപ്ഷൻ സി ട്രൈ ചെയ്യാം. അതല്ല ഇങ്ങനത്തെ ഒക്കെ കേസിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 8,000 കിട്ടുമായിരുന്നു. ഇത് ക്ലിയർ ആയോ? ഇത് പറഞ്ഞേ ക്ലിയർ ആയോ? അത് ഓപ്ഷൻ സി എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അതല്ലാത്തതും ക്ലിയർ ആയോ? യങ്ങർ സണ്ണിന്റെ കണ്ടുപിടിക്കാൻ എക്സും മറ്റേ 16,400 മൈനസ് എക്സും എടുത്തു. എമൗണ്ട് ആണ് സെയിം. അപ്പൊ എമൗണ്ടിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇതിനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. എക്സ് ഇൻറ്റു 5x/100 അതായത് 1/20 ആണ്. ഇത് 1/20 ആണ്. ഓക്കെ, അല്ലെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്തേക്കാം. ഇത് 1/20 ആണ്. 1 + 1/20 എന്ന് പറഞ്ഞാൽ 21/20 ആണ്. അപ്പൊ 21/20x ഈക്വൽ 16,400 മൈനസ് എക്സ് എന്ന് വരും. ഇത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് വരും? 41x/20 എന്ന് പറയുന്നത് 16,400 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? 16,400 ഇൻറ്റു 20/41. 41 ഇത് 40 എന്ന് വരും. 400 എന്ന് വരും. 8,000 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം എന്ത് വരും? 8,000 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ ജനറൽ രീതിയിൽ അതായത് ഓപ്ഷൻ സി എടുക്കാൻ പറ്റാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യുക. എമൗണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി എടുക്കാൻ വളരെ ഈസി ആയിട്ട് 8,000 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A sum of money put at compound interest amounts in 2 years to 672 and in 3 years to 714. The rate of interest per annum is 5.5%, 6%, 6.25%, 6.75%. So amount after 2 years തന്നിട്ടുണ്ട് 672 ആണ്. Amount after 3 years തന്നിട്ടുണ്ട് 714 ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സം ഓഫ് മണി പുട്ട് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ഇൻ 2 years to 672 and in 3 years to 714. Rate of interest per annum is 5.5%, 6%, 6.25%, 6.75%. ഓക്കെ, 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കാം? ആലോചിച്ച് നോക്കിയേ. എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കാം? നമുക്കറിയാം 1 വർഷം കഴിയുമ്പോൾ ഉള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നതാണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കിയാൽ 2 കോൺസിക്യൂട്ടീവ് ഇയറിലെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. 2 കോൺസിക്യൂട്ടീവ് ഇയറിലെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 714 മൈനസ് 672 എന്ന് പറയുന്നത് 42 എന്ന് വരും. ഈ ഡിഫറൻസ് 42 എന്ന് പറയുന്നത് എന്താ ശരിക്കും? അതായത് എമൗണ്ട് ആഫ്റ്റർ 2 years എന്ന് പറയുന്നത് ആണ് തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അല്ലെ? ഓരോ വർഷം കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് ആയിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ. അതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ 672 ആണ് പ്രിൻസിപ്പൽ വരുന്നത്. നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? 42 ആണ് അല്ലെ? 714 അപ്പൊ 42 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ആ 1 വർഷം ഗ്യാപ്പിൽ റേറ്റ് എത്രയാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡയറക്ട്ലി കണ്ടുപിടിച്ചൂടെ റേറ്റ്? 100 into SI പോലെ. ഇതിപ്പോ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസായി. 100 into interest by 672 into 1. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. 6 വെച്ച് കട്ട് ചെയ്യാൻ 7, 1, 1, 2 എന്ന് വരും. 7 ഇതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് 16 എന്ന് വരും. 100 by 16 6.25% എന്ന് കിട്ടും. 6.25%. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി 6.25% എന്ന് വരും. ഇത് ഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കാം. 2 കോൺസിക്യൂട്ടീവ് ഇയറിലെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ്. അപ്പൊ തേർഡ് ഇയറിലെ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 42 എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ എത്രയാണ്? സെക്കൻഡ് ഇയറിൽ കിട്ടി വന്നേക്കുന്ന ആ എമൗണ്ട് ആണ്. അപ്പം ഈ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ ആവും. അപ്പം തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ ആണ് 672, എമൗണ്ട് 714 വന്നു. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 42 ആണ്. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 1 വർഷത്തെ ആകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട്സും സെയിം തന്നെയാണ്. അപ്പം 100 into interest by P into T എന്നുള്ളത് വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, 6.25% എന്ന് കിട്ടി. അപ്പം കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. 1 ഇയറിലെ ഇൻട്രസ്റ്റ് കിട്ടും. സെക്കൻഡ് ഇയർ, ഇപ്പൊ തേർഡ് ഇയർ ആണ്, സെക്കൻഡ് ഇയറിലെ എമൗണ്ട് ആയിരിക്കും എന്ത്? പ്രിൻസിപ്പൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ആ പ്രിൻസിപ്പൽ അത്ര ഇൻട്രസ്റ്റ് കിട്ടി. ഫൈനൽ എമൗണ്ട് 714 വന്നു. എപ്പോഴും ഓർത്തിരിക്കുക, കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്?
അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ 6.25% കിട്ടും. 6.25% കിട്ടും. അപ്പൊ കോൺസിക്യൂട്ടീവ് ഇയറിലെ എമൗണ്ട് വന്നാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A sum of money lent out at compound interest increases in value by 50% in 5 years. A person wants to lend three different sums x, y and z for 10, 15 and 20 years respectively at the above rate in such a way that he gets back equal sums at the end of their respective periods. The ratio x is to y is to z is. Options നോക്കിയാൽ 6 is to 9 is to 4, 9 is to 4 is to 6, 9 is to 6 is to 4, 6 is to 4 is to 9. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സമ്മ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ 5 വർഷം കൊണ്ട് 50% കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 വർഷം കൊണ്ട് 50% കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് 3 ഡിഫറൻസ് സം എക്സ്, വൈ ആൻഡ് ഇസഡ് കുറെ ഡിഫറെന്റ് ടൈം പീരീഡിലേക്കാണ്. 10 വർഷം, 15 വർഷം, 20 വർഷത്തേക്ക് ഇടണം. ആ നേരത്തെ പറഞ്ഞ മേളത്തെ ആ ഒരു റേറ്റിലേക്കാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സച്ച് ദാറ്റ് ഈ പീരീഡ് കഴിയുന്നോടെ അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സം എക്സ് വൈ സെഡിന്റെ റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സ് വൈ സെഡിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ് ഇത്. ജനറൽ രീതിയിൽ സോൾവ് ചെയ്യാൻ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ വേറൊരു സിമ്പിൾ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ജനറൽ രീതി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? സപ്പോസ് പ്രിൻസിപ്പൽ ഇപ്പൊ നമ്മൾ 100 ആണ് ഇട്ടേക്കുന്നതെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാവും? 50% കൂടുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ 50% കൂടി 150 ആകും അല്ലേ? 150 ആകും. ഇപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ 5 ആണ്. 5 ഇയേഴ്സിലേക്ക് എന്ത് കിട്ടി? 1 പ്ലസ് ആർ ബൈ 100 റേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആർ ബൈ 100 ടു ദ പവർ 5 എന്ന് പറയുന്നത് 150/100 ആണ്. 3/2 എന്ന് കിട്ടി. ഓക്കെ, തൽക്കാലം അത് ഇരിക്കട്ടെ. അപ്പൊ ഇത് 50% കൂടിയെന്ന് പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ ടി അതിനകത്ത് ഇക്വേറ്റ് ചെയ്തിട്ട് 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ 5 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 3 സം ഉണ്ട്, എക്സ്, വൈ, ഇസഡ്. 10 ഇയേഴ്സ്, 15 ഇയേഴ്സ്, 20 ഇയേഴ്സിലേക്കാണ് ഇട്ടേക്കുന്നത്. ഈ സെയിം റേറ്റ് തന്നെ ഇട്ടേക്കുന്നത്. 6 റേറ്റ് പെർസെന്റേജ്. ഓക്കെ, 6 റേറ്റ് പെർസെന്റ്. ആ സെയിം റേറ്റിലേക്കാണ് ഇട്ടേക്കുന്നത്. ടൈം മാത്രം മാറിയിട്ടുണ്ട്. ഫൈനൽ കിട്ടുന്ന എമൗണ്ട് സെയിം വന്നിട്ടുണ്ട്. അപ്പൊ എമൗണ്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ. എക്സ് ഇൻറ്റു 1 പ്ലസ് റേറ്റ് അത് തന്നെയാണ്, ആർ ബൈ 100. 10 വർഷമാണത്. ഓക്കെ, ഈക്വൽ ടു y into 1 plus r by 100 to the power 15 equal to z into 1 plus r by 100 to the power 20. ശരിയല്ലേ? എക്സ് എമൗണ്ട് പ്രിൻസിപ്പൽ ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട്, y ആണ് സമ്മെങ്കിൽ 15 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട്, z ആണ് സമ്മെങ്കിൽ 20 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട്. അതെല്ലാം സെയിം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. എക്സ് ഇസ് ടു വൈ ഇസ് ടു z ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സമ്മിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്തിനായിരുന്നു? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ 5 നമുക്കറിയാം 3/2 ആണ്. ടു ദ പവർ 10 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു 3/2 ഇൻറ്റു 3/2 എന്ന് വരും. കാര്യം പവർ 10 ആണ്. 5ന് 3/2 ആണ്. ഒരു 5 കൂടെ വരും. അപ്പൊ 3/2 ഇൻറ്റു 3/2. y ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 3 പ്രാവശ്യം വരും. z ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 എന്ന് വരും. ഓക്കെ, ഇത് 2 പോയി, ഇവിടെ 2 പോയി, ഇവിടെ 2 പോയി. അപ്പൊ എന്ത് വരും? എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു 9/4 3/2 z ഇൻറ്റു 9/4 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ടു വൈ ഇസ് ടു z എന്ത് വരും? ഇവിടെ 1 തന്നെ ഉള്ളൂ. 1 ഇസ് ടു ഇതിന്റെ ഇൻവേഴ്സ്, 2/3 ഇസ് ടു ഇതിന്റെ ഇൻവേഴ്സ് 4/9. ഇത് ഫ്രാക്ഷനിലാണ് വന്നേക്കുന്നത്. അപ്പം ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്റർ LCM കൊണ്ട് മൾട്ടിപ്ലൈ. 3ഉം 9ഉം ആണ്. LCM എന്താ? 9 ആണ്. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9:6:4 എന്ന് കിട്ടും. അപ്പൊ റേഷ്യോ 9:6:4 എന്ന് കിട്ടും. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്ത്? എക്സ്, വൈ, ഇസഡ് 3 സമം ഉണ്ട്. അവരുടെ ടൈം പീരീഡ് ഡിഫറെന്റ് ആണ്, റേറ്റ് സെയിം ആണ്. അത് എമൗണ്ട് ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് 50% ഇൻക്രീസ് ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഇക്വേറ്റ് ചെയ്തിട്ട് 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ 5 നമ്മൾ കണ്ടുപിടിച്ച് 3/2 ആണ്. ഇപ്പൊ 10 വരുന്നതുകൊണ്ട് 2 പ്രാവശ്യം 3/2, 15 ആകുന്നതുകൊണ്ട് 3 പ്രാവശ്യം 3/2, 20 ആകുന്നതുകൊണ്ട് 4 പ്രാവശ്യം 3/2. മറ്റേ സിംപ്ലിഫൈ ചെയ്തു. നമ്മൾ വേണം എക്സ് ഈക്വൽ ടു y into 3/2 equal to z into 9/4 എന്ന് കിട്ടി. അപ്പൊ x is to y is to z കിട്ടി. ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി ഡിനോമിനേറ്ററിന്റെ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9:6:4 എന്ന് കിട്ടി. ഓക്കെ, ഇതായിരുന്നു ജനറൽ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സോൾവ് ചെയ്യേണ്ട രീതി. 1 മിനിറ്റ് ഒക്കെ എടുക്കും. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ് അത്. ഓപ്ഷൻ സി 9:6:4 എന്ന് കിട്ടി. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസില് നമുക്ക് ഓപ്ഷൻ സി പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? 3 സം ഉണ്ട്, എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ ആണ് വേണ്ടത്. റേറ്റ് സെയിം തന്നെയാണ്.
ഫസ്റ്റ് ഇതിന്റെ ടൈം എന്ന് പറയുന്നത് 10 വർഷമേ ഉള്ളൂ, അടുത്തതിന്റെ ടൈം എന്ന് പറയുന്നത് 15 വർഷം, അതിന്റെ അടുത്തതിന്റെ ടൈം എന്ന് പറയുന്നത് 20 വർഷമാണ്. ഇതെല്ലാം ഫൈനൽ കിട്ടുന്ന എമൗണ്ട് സെയിം ആകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുള്ള ആ ടൈം പീരീഡിലേക്ക് കിട്ടുന്ന ആ എക്സ് എന്ന് പറയുന്ന സം ആയിരിക്കത്തില്ലേ ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. എക്സ് ആയിരിക്കത്തില്ല ഏറ്റവും വലിയ വാല്യൂ, പിന്നെ ഏതായിരിക്കും വൈ ആയിരിക്കും, പിന്നെ ഏതായിരിക്കും ഇസഡ് ആയിരിക്കും. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം. കാര്യം എക്സിനാണ് 10 വർഷം, ചെറിയ ടൈം പീരീഡാണ്. 15 വർഷം കൊണ്ട് വൈക്ക്. ഇസഡിനാണെങ്കിൽ 20 വർഷമുണ്ട്, കൂടുതലാണ്. അപ്പം ഇസഡ് മതി, കുറച്ച് എമൗണ്ട് മതി. അപ്പം ഇതായിരിക്കും അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. എക്സ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ വൈ, ഗ്രേറ്റർ ദാൻ ഇസഡ് ആയിരിക്കും. അപ്പൊ അത് റേഷ്യോയിൽ വന്നേക്കുന്ന ആകെപ്പാട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 9:6:4. ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി, 9:6:4. നമുക്ക് 5 സെക്കൻഡ് മതിയായിരുന്നു സോൾവ് ചെയ്യാൻ ഈ ഓപ്ഷൻ സിന്ന്. ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ ഡിക്രീസിംഗ് ഓർഡറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തേക്കുന്ന പോലെ തന്നെ ചെയ്യണം. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ വേറെ 2 ദിവസം ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയാൽ മനസ്സിലായി. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. A man borrows rupees 2,550 to be paid back with compound interest at the rate of 4% per annum by the end of 2 years in 2 equal yearly installments. How much will each installment be? Options: 1,275, 1,283, 1,352, 1,377. ഇത് ഇൻസ്റ്റാൾമെന്റിന്റെ കേസാണ്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു എമൗണ്ട് വാങ്ങിക്കും, എത്രയാണ് ഇയർലി അടയ്ക്കേണ്ട എമൗണ്ട്, അല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് ഇത്ര എമൗണ്ട് അടയ്ക്കണം, എത്രയാണ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഓരോ വർഷം അടയ്ക്കേണ്ടത്, EMI എത്രയാണെന്നുള്ള രീതിയിൽ, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ഓരോ ഇയറിൽ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ടൈപ്പ് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. എങ്ങനെ ചെയ്ത് നോക്കി. ഇപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 2,550 രൂപ ഇപ്പൊ വാങ്ങിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, റേറ്റ് 4%. 2 വർഷത്തെ കൊണ്ടാണ് അടയ്ക്കുന്നത്. അതായത് 2 ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, ആദ്യം 1 വർഷം കഴിയുമ്പോൾ അടയ്ക്കും, പിന്നെ 2 വർഷം കഴിയുമ്പോൾ അടയ്ക്കും. ഓക്കെ, 2 വർഷത്തിനുള്ളിൽ അടച്ച് തീർക്കുവാണ്. 2,550 ആണ് കടം വാങ്ങിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് ₹X ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിവിടെ ഫ്യൂച്ചർ വർത്ത് അല്ലെ പ്രസന്റ് വർത്ത് ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ വിചാരിക്കും 2,550 രൂപ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ വാങ്ങിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോ എത്രയാണ് ആ ഇൻസ്റ്റാൾമെന്റ് ₹X അടച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ എന്താണ്, ഒരു ₹X കൂടെ അടച്ചു, സെറ്റിൽ ചെയ്തു. ഇതാണ് ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് അല്ലെ? സെറ്റിൽ പറയും. അപ്പൊ 2,550 എന്ന് പറയുന്നത് X+X 2X ആണോ? അല്ല, അത് കൂട്ടുന്നുണ്ടെങ്കിൽ 2,550 അല്ല കിട്ടുക. കാര്യം ഇതിന്റെ ഒരു മണി വാല്യൂ ഉണ്ട്. അതാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2,550 രൂപ വാങ്ങിച്ചു. 1 വർഷം കഴിയുമ്പോൾ ആ അതിന്റെ വില എന്ന് പറയുന്നത് അതായിരിക്കുമോ? 2,550 ആയിരിക്കും? അല്ല, ഒരു ബാങ്കിൽ കൊണ്ടിട്ടാൽ തന്നെ അതിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടി കുറച്ചുകൂടെ എമൗണ്ട് ആകും. 2 വർഷം കഴിഞ്ഞാലും അതിനേക്കാളും ഒരു എമൗണ്ട് ആകും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ഫ്യൂച്ചർ വർത്ത് ഇക്വേറ്റ് എന്ന് വിചാരിക്കും. അപ്പൊ 2,550 രൂപ അത് 2 വർഷം കഴിഞ്ഞാൽ, ഈ 2 വർഷം കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മളിവിടെ ഫ്യൂച്ചർ വർത്ത് ഇക്വേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഓക്കെ, വേണേ പ്രസന്റ് വർത്ത് ഇക്വേറ്റ് ചെയ്യാൻ പ്രശ്നമില്ല, എങ്ങനെ വേണ്ട നിങ്ങളുടെ കൺവീനിയൻസ് പോലെ. 2,550 വരെ 2 വർഷം കഴിയുമ്പോൾ എത്ര ആകും? 2 ഇയേഴ്സ് കഴിയുമ്പോൾ എമൗണ്ട് എത്ര? P×1 റേറ്റ് ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്. P×1 R/100 അല്ലേ? അപ്പൊ 2 വർഷം കഴിയുമ്പോൾ എമൗണ്ട് കിട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ₹X അടച്ചു. ഓക്കെ, അന്നേരം 1 വർഷത്തെ ടൈം ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അല്ലെ? അപ്പൊ 1 വർഷത്തെ ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ 1 വർഷം കഴിയുമ്പോൾ 2 ഇയർ കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? X×1 4/100 1 വർഷമേ ഉള്ളൂ. പ്ലസ് ഈ X 2 ഇയർ കഴിയുമ്പോൾ ഒരു എമൗണ്ട് അടയ്ക്കുന്നു, അതിന്റെ മണി വാല്യൂ എത്രയാണ്? അത് ആ ടൈം പീരീഡ് സെക്കൻഡ് ഇയറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 ഇയർ കഴിയുമ്പോഴാണ്. അപ്പൊ അതിന് X തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു പ്ലസ് X എന്നും വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? X എന്നുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇപ്പൊ Xന്റെ വാല്യൂ ഇവിടെ നമ്മൾ എന്ത് എഴുതാം? X കോമൺ എടുക്കാം. ഇതെന്ത് വരും? 1 + 4/100 + 1 എന്ന് വരും. ഓക്കെ, ഇതെന്ത് വരും? 2 + 4/100 എന്ന് വരും. 204/100 എന്ന് വരും. അതവിടെ കിടന്നോട്ടെ. ഇവിടെ എന്ത് വരും? 2550 × 104/100 × 104/100 എന്ന് വരും. ഓക്കെ, ഇനി എക്സിന് സോൾവ് ചെയ്ത് ഇവിടോട്ട് എഴുതാം. എക്സിന് സോൾവ് ചെയ്ത് 2,550 × 104/100 × 104/100 ഇത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് 100/204 എന്ന് വരും. 100/204 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്തേ 100 പോയി. പിന്നെ നോക്കിയേ എന്താ കട്ട് ചെയ്യാം? ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇതിപ്പം 102 ഇത് 52. ഓക്കെ, ഇതും 52. ഇത് കട്ട് ചെയ്തു 51. ഓക്കെ, ഇനി എന്താ കട്ട് ചെയ്യാം? ഈ 51 ഇതുകൂടെ കട്ട് ചെയ്യാം. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത കൂടെ തന്നെ
51 വെച്ച് കട്ട് ചെയ്യാൻ 50 എന്ന് കിട്ടും. ഓക്കെ, 50 ഇതോടെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 ഇതോടെ കട്ട് ചെയ്താൽ 26 എന്ന് കിട്ടും. അപ്പൊ അവസാനം 52 into 26 എന്ന് വരും. 52 into 26 എന്ന് പറയുമ്പോൾ എത്ര വരും? 1352 എന്ന് വരും. ഓപ്ഷനിലുണ്ടോ അത്? 1352 ഓപ്ഷനിലുണ്ട്. 1352 എത്രയാ ഓപ്ഷനാണ് വന്നേക്കുന്നത്? ഓപ്ഷൻ സി 1352 എന്ന് വരും. ഈ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. പലരും പല രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. നമുക്ക് ഫൈനൽ ആൻസർ 1352 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. 1352 എന്ന് കിട്ടും. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തു. ഒന്നുകിൽ ഫ്യൂച്ചർ വർത്ത് ഇക്വേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രസന്റ് വർത്ത് ഇക്വേറ്റ് ചെയ്യും. അതെന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? ഞാൻ ഇപ്പൊ 2550 രൂപ കടം വാങ്ങിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോ എക്സ് റുപ്പീസ് ഇട്ടു, 2 വർഷം കഴിഞ്ഞപ്പം എക്സ് റുപ്പീസ് ഇട്ടു. അപ്പൊ ഈ എക്സ് റുപ്പീസിന്റെ വാല്യൂ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ വാല്യൂ ഇൻട്രസ്റ്റ് ഉണ്ട്, റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 2 വർഷം കഴിയുമ്പോൾ ലാസ്റ്റ് എൻഡിങ്ങിലുള്ള ആ ഒരു ഫ്യൂച്ചർ വർത്തിലേക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ 2550 രൂപ 2 വർഷം കഴിയുമ്പോൾ എത്രയാ എമൗണ്ട്? P into 1 plus R by 100 to the power T. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു വർഷം കൂടെ ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ 1 plus R by 100 to the power 1 വരും. ലാസ്റ്റ് വർഷത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ, കാര്യം അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. 2 ഇയറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റ് വർത്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് പ്രിൻസിപ്പൽ എല്ലാം കൂടെ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ വർത്തായിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും ഫ്യൂച്ചർ വർത്ത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് തെറ്റിക്കാതിരിക്കാം. ഫ്യൂച്ചർ വർത്ത് ഇക്വേറ്റ് ചെയ്തങ്ങ് സോൾവ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാ കേസിലും ഫ്യൂച്ചർ വർത്ത് തന്നെ ഇക്വേറ്റ് ചെയ്ത് അതാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ എപ്പോഴും അങ്ങ് ചെയ്യാം. പ്രസന്റ് വർത്ത് ആണെങ്കിൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. അതിപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആയിക്കോട്ടെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ഓരോ വർഷത്തെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റിന്റെ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. എത്രയാണ് ആനുവൽ പേയ്മെന്റ് അല്ലെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് ചോദിക്കും. ഒന്നെങ്കിൽ ഇപ്പൊ വാങ്ങിക്കുന്ന എമൗണ്ട്, കടം വാങ്ങിക്കുന്ന എമൗണ്ട് തരും, അല്ലെങ്കിൽ കുറെ വർഷം കഴിഞ്ഞിട്ട് ഇത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞു തരും. എന്നിട്ട് എത്രയാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് ചോദിക്കും. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ വെച്ചാൽ അത് വായിച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഫ്യൂച്ചർ വർത്ത് റിലേറ്റ് ചെയ്തിട്ടങ്ങ് ഇക്വേറ്റ് ചെയ്തിട്ടങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ.